എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ ലിറ്റിൽ തിങ്സ് മാറ്റർ എന്നുള്ള ചാപ്റ്ററാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ശ്രീ APJ അബ്ദുൽ കലാമിന്റെ മെമ്മോ എന്ന് എടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ്. മെമ്മോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മക്കുറിപ്പിനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചെറിയ കാര്യങ്ങളും മാറ്റർ ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് റീഡ് ആൻഡ് റിഫ്ലക്ട് ഒന്ന് നോക്കാം. വി ഹാവ് ലേൺഡ് അബൌട്ട് ദി ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ലൈഫ്. ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദ ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് സ്റ്റേജ്? അപ്പൊ എന്താണ് ചോദിക്കുന്നത്? ആദ്യം തന്നെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിന്റെ പല പല സ്റ്റേജസിനെ കുറിച്ച് പഠിച്ചു. ഇതിന്റെ മുൻപത്തെ ചാപ്റ്ററിൽ അങ്ങനെയാണല്ലോ പഠിച്ചത്, ലൈഫിലെ പല പല സ്റ്റേജസിനെ കുറിച്ച് പഠിച്ചു. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ഓരോ സ്റ്റേജിലുമുള്ള ഡ്യൂട്ടീസിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ എന്താ? ഉത്തരവാദിത്തങ്ങൾ അല്ലെ? In this excerpt from APJ Abdul Kalam's memoir, a young boy begins to understand this. അപ്പം ഈ ഒരു എന്താണ് APJ അബ്ദുൽ കലാമിന്റെ ഓർമ്മക്കുറിപ്പിൽ നിന്നും എടുത്തിട്ടുള്ള എക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഭാഗം, അംശം, അതിൽ എന്താണ് കാണുന്നത്? A young boy begins to understand this. ഒരു ചെറിയ കുട്ടി, ഒരു ചെറിയ ആൺകുട്ടി എന്താണ് ഇത് മനസ്സിലാക്കുകയാണ്. എന്ത്? ലൈഫിന്റെ ഓരോ സ്റ്റേജസിലും ഓരോരുത്തരും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ചിട്ട്, ഓരോരുത്തർക്കും ഉള്ള ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചിട്ട് ഒരു കുട്ടി മനസ്സിലാക്കുന്നതായിട്ടാണ് കാണാനായിട്ട് പോകുന്നത്. അറ്റ് എ ടെൻഡർ ഏജ് ഹി ഫോർജസ് ഹിസ് ഓൺ ബോൺസ് ഓഫ് ലൈഫ് ആൻഡ് ഇവോൾവ്സ് ഇൻടു എ റെസ്പോൺസിബിൾ മെമ്പർ ഓഫ് ദ ഫാമിലി, പ്ലേയിങ് ഹിസ് റോൾ വിത്ത് പ്രൈഡ് ആൻഡ് ജോയ്. അപ്പം ഈ കുട്ടി, ഈ ആൺകുട്ടി എന്താണ് ചെയ്യുന്നത്? വളരെ ടെൻഡർ ഏജ്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഹി ഫോർജസ് ഹിസ് ഓൺ ബോൺസ് ഓഫ് ലൈഫ്, അതായത് തന്റെ ജീവിതത്തിലെ പല ബന്ധങ്ങളും കെട്ടിപ്പടുക്കുക. ഇവിടെ ഫോർജസ് എന്നുള്ളതിന് ഉള്ള അർത്ഥമായിട്ട് വരുന്നത് കെട്ടിപ്പടുക്കുക, അതായത് പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുക. ആൻഡ് ഇവോൾവ്സ് ഇൻ ടു എ റെസ്പോൺസിബിൾ മെമ്പർ ഓഫ് ദ ഫാമിലി. അങ്ങനെ ആ കുട്ടിയുടെ കുടുംബത്തിലെ ഒരു റെസ്പോൺസിബിൾ മെമ്പർ ആയിട്ട് ഇവോൾവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉത്തരവാദിത്വമുള്ള ഒരു അംഗമായിട്ട് പരിണമിക്കുന്നു. ഇവോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറുക, പരിണാമം സംഭവിക്കുക എന്നൊക്കെ ഉള്ളതാണ് അതിന്റെ അർത്ഥം. പ്ലേയിങ് ഹിസ് റോൾ വിത്ത് പ്രൈഡ് ആൻഡ് ജോയ്. ആ കുട്ടിയുടെ ഉത്തരവാദിത്വം, ആ കുട്ടിയുടെ റോൾ എന്താണോ അത് വളരെയധികം സന്തോഷത്തോടു കൂടിയും അതുപോലെ തന്നെ പ്രൈഡോടു കൂടി, അഭിമാനത്തോടു കൂടി ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോ ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. Every morning, a large pile of newspapers in English and Tamil is delivered to me. എല്ലാ ദിവസവും രാവിലെ, എവ്രി മോർണിംഗ് എന്നാണ് പറയുന്നത്. ലാർജ് പൈൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, ന്യൂസ് പേപ്പേഴ്സിന്റെ ഒരു വലിയ കൂമ്പാരം തന്നെ. പൈൽ എന്ന് പറയുമ്പോൾ ഒരു കൂമ്പാരം, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് എന്നുള്ളതാണ്. ഏതൊക്കെ ലാംഗ്വേജിലാണ്? ഇംഗ്ലീഷിലും തമിഴിലും ഉള്ള ന്യൂസ് പേപ്പേഴ്സ് ഇസ് ഡെലിവേർഡ് ടു മീ, എന്റെ അടുത്തേക്ക് ഡെലിവർ ചെയ്യപ്പെടും, എത്തും എന്നാണ് പറയുന്നത്. ഡ്യൂറിംഗ് മൈ ട്രാവൽസ് അബ്രോഡ് ഐ സ്റ്റേ ഇൻ ടച്ച് വിത്ത് ന്യൂസ് ഫ്രം ഇന്ത്യ. ഐ ഡു ദിസ് ബൈ ഗോയിങ് ഓൺലൈൻ ടു റീഡ് ന്യൂസ് ആർട്ടിക്കിൾസ് ആൻഡ് എഡിറ്റോറിയൽസ് ഇൻ മാഗസിൻസ് ആൻഡ് പേപ്പേഴ്സ്. അപ്പം ഞാൻ അബ്രോഡൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, അതായത് ഞാൻ പുറം രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഐ സ്റ്റേ ഇൻ ടച്ച് വിത്ത് ന്യൂസ് ഫ്രം ഇന്ത്യ. ഞാൻ ഇന്ത്യയിലുള്ള ന്യൂസ് ഒക്കെ അറിയാനായിട്ട് ശ്രമിക്കും, എപ്പോഴും അതിനായിട്ട് ടച്ചിലാണ് ഇരിക്കുക. ഐ ഡു ദിസ് ബൈ ഗോയിങ് ഓൺലൈൻ ടു റീഡ് ന്യൂസ് ആർട്ടിക്കിൾസ് ആൻഡ് എഡിറ്റോറിയൽസ് ഇൻ മാഗസിൻസ് ആൻഡ് പേപ്പേഴ്സ്. ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഓൺലൈനായിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് വായിച്ചിട്ടും അതുപോലെ തന്നെ മാഗസിൻസിലും പേപ്പേഴ്സിലൊക്കെ വരുന്ന എഡിറ്റോറിയൽസ് ഒക്കെ വായിച്ചിട്ടാണ് ഇന്ത്യയിലെ ന്യൂസ് ഒക്കെ ഓർത്തു വെക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക എന്നാണ് പറയുന്നത്. I was born in the year 1931. When I was about 8, World War II broke out. അപ്പം അദ്ദേഹം ജനിച്ചത് 1931 അങ്ങനെ അദ്ദേഹത്തിന് ഒരു 8 വയസ്സുള്ള സമയത്താണ് വേൾഡ് വാർ II എന്താണ് ബ്രോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ്. അപ്പം രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയത് അദ്ദേഹത്തിന്, അബ്ദുൽ കലാമിന് എന്താണ്, ഒരു 8 വയസ്സുള്ള സമയത്തായിരുന്നു. ഡെയിലി ലൈഫ് ഹൗഎവർ റിമെയിൻ ഫെയർലി അൺഅഫക്റ്റഡ് ഇനീഷ്യലി, പെർട്ടിക്കുലർലി ഫോർ അസ് ഇൻ ദ സദേൺ ടിപ്പ് ഓഫ് ദ കൺട്രി. അപ്പം അവരുടെ ഡെയിലി ലൈഫ്, അതായത് അവരുടെ ദൈനംദിന കാര്യങ്ങൾ, ഹൗ എവർ റിമെയിൻ ഫെയർലി അൺഅഫക്റ്റഡ് ഇനീഷ്യലി എന്ന് പറയുമ്പോൾ, ഇനീഷ്യലി അതായത് ആദ്യത്തിലൊക്കെ അവരുടെ ഡെയിലി ലൈഫിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അൺഅഫക്റ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രത്യേകിച്ച് അവരുടെ ലൈഫിൽ അതിന് എഫക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പെർട്ടിക്കുലർലി ഫോർ അസ് ഇൻ ദ സദേൺ ടിപ്പ് ഓഫ് ദ കൺട്രി, പ്രത്യേകിച്ച് രാജ്യത്തിന്റെ സദേൺ ടിപ്പിൽ താമസിച്ചിരുന്ന ആളുകൾക്ക്, അതായത് നമ്മളെല്ലാവരും സൗത്തിൽ തന്നെയാണല്ലോ ഉള്ളത്. അപ്പം ഇന്ത്യയുടെ മാപ്പ് നോക്കുമ്പോൾ അതിന്റെ സദേൺ ടിപ്പിൽ ഉണ്ടായിരുന്ന
അതിന്റെ ഏറ്റവും ദക്ഷിണ ഭാഗത്തുണ്ടായിരുന്ന ആളുകളെ പ്രത്യേകിച്ച് അങ്ങനെ വേൾഡ് വാർ 2 എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയതായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ദ ഓൺലി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഔട്ട്സൈഡ് വേൾഡ് വാസ് ദ ന്യൂസ് പേപ്പർ. അപ്പം പുറത്തുള്ള ഇൻഫർമേഷൻ കിട്ടാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് എന്താണ്, ന്യൂസ് പേപ്പർ മാത്രമായിരുന്നു. ദ ഏജൻസി ദ ഡിസ്ട്രിബ്യൂട്ടഡ് ന്യൂസ് പേപ്പേഴ്സ് വാസ് റൺ ബൈ മൈ കസിൻ ഷംസുദ്ദീൻ. അപ്പം അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ന്യൂസ് പേപ്പേഴ്സിൽ നിന്നാണ് ഇങ്ങനെ പുറത്തുള്ള ഇൻഫർമേഷൻ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ആ ന്യൂസ് പേപ്പേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏജൻസി അദ്ദേഹത്തിന്റെ കസിൻ ആയിട്ടുള്ള സംസുദ്ദീൻ ആണ് നടത്തിയിരുന്നത്. ഈ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അലോങ് വിത്ത് ജലാലുദ്ദീൻ ഹി വാസ് എ ബിഗ് ഇൻഫ്ലുവൻസ് ഇൻ മൈ ഏർലി ലൈഫ്. അപ്പം സംസുദ്ദീൻ എന്ന് പറയുന്ന കസിനും അതുപോലെ തന്നെ ജലാലുദ്ദീൻ എന്ന് പറയുന്ന വേറൊരു വ്യക്തിയും ഇദ്ദേഹം വളർന്നു വരുന്ന സമയത്ത് എന്താണ് ഇദ്ദേഹത്തിന്റെ ലൈഫിൽ വളരെ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ആളുകളാണ്. ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സ്വാധീനം. അപ്പം അബ്ദുൽ കലാം ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ലൈഫിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ള രണ്ടാളുകളാണ് അദ്ദേഹത്തിന്റെ കസിനായിട്ടുള്ള സംസുദ്ദീനും അതുപോലെ തന്നെ വേറൊരു വ്യക്തി ജലാലുദ്ദീനും. സംസുദ്ദീൻ ഹാഡ് ഗ്രേറ്റ് അഫെക്ഷൻ ഫോർ മീ ആൻഡ് എൻകറേജ് മീ ഇൻ സോ മെനി വേസ് ദാറ്റ് ഹി ബിക്കെയിം എ ഗൈഡിങ് ലൈറ്റ് ഫോർ മീ. അപ്പം സംസുദ്ദീന് അബ്ദുൽ കലാമിന്റെ അടുത്ത് വളരെയധികം എഫെക്ഷൻ, ഒരു വാത്സല്യം, താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം സംസുദ്ദീൻ എന്താ ചെയ്തത്, എൻകറേജ് മീ ഇൻ സോ മെനി വേസ് ദാറ്റ് ഹി ബിക്കെയിം എ ഗൈഡിങ് ലൈറ്റ് ഫോർ മീ. അങ്ങനെ ഇദ്ദേഹത്തിനെ എൻകറേജ് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ സംസുദ്ദീൻ APJ അബ്ദുൽ കലാമിനെ എന്താ ചെയ്തത്, ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു ഗൈഡിങ് ലൈറ്റ് ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. അതായത് ഒരു വഴികാട്ടിയായിട്ട് എന്നൊക്കെ പറയാം. APJ അബ്ദുൽ കലാമിന്റെ ജീവിതം ഒരുപാട് മാറി, നല്ല രീതിയിൽ മാറി. അതില് ഈ സംസുദ്ദീന് വളരെ വലിയൊരു പങ്കുണ്ട് എന്നാണ് പറയുന്നത്. സംസുദ്ദീൻസ് ന്യൂസ് പേപ്പർ ഏജൻസി വാസ് ദി ഓൺലി വൺ ഇൻ രാമേശ്വരം. അന്ന് രാമേശ്വരത്ത് ഉണ്ടായിരുന്ന ഒരേ ഒരു ന്യൂസ് പേപ്പർ ഏജൻസി എന്ന് പറയുന്നത് സംസുദ്ദീന്റെ ആയിരുന്നു. ദർ വർ അബൌട്ട് 1000 ലിറ്ററേറ്റ് പീപ്പിൾ ഇൻ ദ ടൗൺ ആൻഡ് ഹി ഡെലിവേർഡ് ന്യൂസ് പേപ്പേഴ്സ് ടു ഓൾ ഓഫ് ദം. അപ്പൊ അന്ന് ആ ടൗണില് ഒരു 1000 പേരൊക്കെയാണ്. 1000 ലിറ്ററേറ്റ് പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1000 പേരൊക്കെയാണ് സാക്ഷരതയുള്ള ആൾക്കാരുണ്ടായിരുന്നുള്ളൂ, അതായത് എഴുതാനും വായിക്കാനൊക്കെ അറിയുന്ന ആളുകൾ. എന്നിട്ട് ആ ആളുകൾക്ക് എല്ലാം പേപ്പർ എത്തിച്ചു കൊടുത്തിരുന്നത് സംസുദ്ദീന്റെ ഏജൻസിയാണ്. ദ പേപ്പേഴ്സ് ക്യാരിഡ് ന്യൂസ് അബൌട്ട് ദി ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ദാറ്റ് വാസ് ഹെഡിങ് ടുവേർഡ്സ് എ ക്രിസെന്റോ അറ്റ് ദ ടൈം. അപ്പം ആ സമയത്ത് ആ പേപ്പറിൽ ഉണ്ടായിരുന്ന ന്യൂസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിനെ കുറിച്ചിട്ടാണ്. അത് അതിന്റെ ക്രിസെന്റോയിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മൂർധന്യാവസ്ഥയിൽ, അതായത് അതിന്റെ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു സ്റ്റേജിലായിരുന്നു അന്ന് ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് എന്നാണ് പറയുന്നത്. ദീസ് ന്യൂസ് ഐറ്റംസ് വുഡ് ബി റെഡ് ആൻഡ് ഡിസ്കസ്ഡ് അമംഗ് എവ്രി വൺ. അപ്പൊ ഈ ന്യൂസ് എല്ലാ ആളുകളും വായിക്കുകയും ഡിസ്കസ് ചെയ്യുക, ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അമംഗ് എവ്രി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ ഇടയിലും ഇതൊരു ചർച്ചാ വിഷയമായിരുന്നു എന്നാണ്. ദർ വുഡ് ഓൾസോ ബി ന്യൂസ് ഫ്രം ദി വാർ ഫ്രണ്ട് അബൌട്ട് ഹിറ്റ്ലർ ആൻഡ് നാസി ആർമി. ദ തമിഴ് പേപ്പർ ദിനമണി വാസ് ദ മോസ്റ്റ് പോപ്പുലർ ഓഫ് ഓൾ. പിന്നെ അതുപോലെ തന്നെ ഈ വേൾഡ് വാറിൽ ഹിറ്റ്ലറിന്റെയും അതുപോലെ തന്നെ നാസി ആർമീനെയൊക്കെ കുറിച്ചിട്ടുള്ള ന്യൂസ് ഒക്കെ വരും പേപ്പറിൽ. പിന്നെ തമിഴ് പേപ്പർ ആയിട്ടുള്ള ഒരു ദിനമണി എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്, അതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നത്. ദ വേ പേപ്പേഴ്സ് റീച്ച് രാമേശ്വരം വാസ് ക്വൈറ്റ് യുണീക്ക്. അങ്ങനെ ഈ പേപ്പേഴ്സ് രാമേശ്വരത്ത് എത്തിയിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് വളരെ യുണീക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ സ്പെഷ്യൽ ആയിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദേ കെയിം ബൈ മോർണിംഗ് ട്രെയിൻ ആൻഡ് വർ കെപ്റ്റ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ. അപ്പം രാവിലെ ട്രെയിനിലാണ് ഈ പേപ്പേഴ്സ് കൊണ്ടുവരിക, എന്നിട്ട് രാമേശ്വരം സ്റ്റേഷനിൽ വെക്കുക ചെയ്യുക. ഫ്രം ദർ ദേ ഹാഡ് ടു ബി കളക്റ്റഡ് ആൻഡ് സെൻഡ് ടു ഓൾ ദ സബ്സ്ക്രൈബേഴ്സ്. അവിടെ നിന്ന് ഈ പേപ്പേഴ്സ് എല്ലാം ശേഖരിച്ചിട്ട്, കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ശേഖരിക്കുക, എന്നിട്ട് അത് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, ഈ പേപ്പർ വരുത്തുന്ന ആളുകളുണ്ടല്ലോ അവർക്കെല്ലാം അത് എത്തിച്ചു കൊടുക്കണം. ദിസ് വാസ് സംസുദ്ദീൻസ് ബിസിനസ് ആൻഡ് ഹി മാനേജ്ഡ് ഇറ്റ് എഫേർട്ട്ലെസ്ലി. ഇതാണ് സംസുദ്ദീന്റെ ബിസിനസ് ആയിരുന്നത്. ആ കാര്യം സംസുദ്ദീൻ ആണെന്നുണ്ടെങ്കിൽ വളരെ എഫേർട്ട്ലെസ്ലി എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തില്, അതായത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അത് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. വളരെ നന്നായിട്ട് തന്നെ ചെയ്തിരുന്നു. However, as World War II raged, it affected the newspaper delivery business in a strange way. പക്ഷേ ഈ വേൾഡ് വാർ 2 റേജ് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ എന്താണ് ഉണ്ടായത്, ഈ ന്യൂസ് പേപ്പർ ഡെലിവറി ബിസിനസ്സിനെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള രീതിയിൽ, വളരെ സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ വിചിത്രമായിട്ടുള്ള രീതിയിൽ അത് എഫക്ട് ചെയ്തു എന്നാണ് പറയുന്നത് വേൾഡ് വാർ 2. അപ്പൊ അതുവരെ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരുന്ന ബിസിനസ്സാണ്. പക്ഷെ ഈ വേൾഡ് വാർ 2 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ ബിസിനസ്സിനെ അത് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, വിചിത്രമായ രീതിയിൽ അത് എഫക്ട് ചെയ്തു എന്നാണ് പറയുന്നത്.
The British government had placed a number of sanctions and rations on goods. Something like a state of emergency now prevailed in the country. അപ്പം ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളുടെ മുകളിലൊക്കെ ഒരുപാട് സാങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപരോധങ്ങൾ, അതായത് പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ സാധനങ്ങളുടെ വിൽപ്പനയിലും മറ്റും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തി. സംതിങ് ലൈക്ക് എ സ്റ്റേറ്റ് ഓഫ് എമർജൻസി നൗ പ്രിവെയിൽഡ് ഇൻ ദ കൺട്രി. അതായത് രാജ്യത്ത് ഒരു എമർജൻസി എന്ന് പറഞ്ഞാൽ ഒരു അടിയന്തരാവസ്ഥ എന്താണ് പ്രിവെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നിലനിൽക്കുക. അപ്പം ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ചില ഉപരോധങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് എന്താണ് രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥ നിലനിൽക്കാനായിട്ട് തുടങ്ങി എന്നാണ് പറയുന്നത്, നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. Our large family felt the difficulties acutely. Food, clothes, the needs of the babies of the household all became difficult to procure. അപ്പം എന്താണ് ഞങ്ങളുടെ ലാർജ് ഫാമിലിയാണ്, വലിയൊരു ഫാമിലിയാണ്. ദേ ഫെൽറ്റ് ദ ഡിഫിക്കൽട്ടീസ് അക്യൂട്ട്ലി, അതായത് കുറച്ച് സമയത്തേക്ക്. അക്യൂട്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുരുങ്ങിയ സമയത്തേക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവരുടെ ഫാമിലി വലിയൊരു ഫാമിലിയാണ്. അപ്പൊ ആ ഫാമിലിയിൽ കുറച്ചു കാലത്തേക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ്, ക്ലോത്ത്സ്, the needs of the babies of the household all became difficult to procure. അതായത് എന്താണ് ഫുഡ്, അതുപോലെ തന്നെ വസ്ത്രങ്ങള്, പിന്നെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും, ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളും എല്ലാം എന്താണ് ഓൾ ബിക്കെയിം ഡിഫിക്കൾട്ട് ടു പ്രൊക്യൂർ എന്ന് പറഞ്ഞാൽ ഇത്തരം സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ബുദ്ധിമുട്ടായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആസ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് ദ വാർ കണ്ടിന്യൂ ടു എഫക്ട് us, Samsudeen came up with a proposal that excited and delighted me. അങ്ങനെ ഈ യുദ്ധം കാരണമുള്ള ബുദ്ധിമുട്ടുകൾ ഇവരുടെ ഫാമിലിനെ ബാധിക്കാനായിട്ട് തുടങ്ങിയ സമയത്ത് സംസുദ്ദീൻ കേം അപ്പ് വിത്ത് എ പ്രൊപ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസുദ്ദീൻ ഒരു കാര്യം മുന്നോട്ട് വെച്ചു. പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നതിനാണ് പറയുന്നത്. അങ്ങനെ എന്താണ് മുന്നോട്ട് വെച്ചത്, അത് എന്ത് ഫീലിംഗ് ആണ് ഇദ്ദേഹത്തിന് ഉണ്ടാക്കിയത്? ദാറ്റ് എക്സൈറ്റഡ് ആൻഡ് ഡിലൈറ്റഡ് മീ. എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആകാംക്ഷ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ ഉള്ളിൽ. ഡിലൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പം എനിക്ക് ആകാംക്ഷയും സന്തോഷവും ഉണ്ടാക്കുന്ന ഒരു പ്രൊപ്പോസലാണ് സംസുദ്ദീൻ പറഞ്ഞത് എന്നാണ് പറയുന്നത്. One fallout of the conditions was that the rail stop at Rameshwaram station had been done away with. Fallout എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിണിത ഫലം എന്നുള്ള അർത്ഥമാണ്. അപ്പം അപ്പോൾ നിലനിന്നിരുന്ന സാഹചര്യങ്ങളുടെ ഒരു പരിണിത ഫലമായിട്ട് എന്താണ് ഉണ്ടായത്? രാമേശ്വരം സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ട്രെയിനിന്റെ ആ സ്റ്റോപ്പ് ഉണ്ടല്ലോ, അത് എടുത്തു മാറ്റി. ഡൺ അവേ വിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റി, ഇപ്പൊ അവിടെ ട്രെയിൻ നിർത്തില്ല എന്നുള്ളതാണ്. വാട്ട് വുഡ് ഹാപ്പൻ ടു അവർ പേപ്പേഴ്സ് ദെൻ? അങ്ങനെയാണെങ്കിൽ ഈ പേപ്പേഴ്സിനൊക്കെ എന്ത് സംഭവിക്കും? ഹൗ വർ ദേ ബി കളക്റ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു all the people of the town. അപ്പൊ എങ്ങനെയാണ് ഇനി അത് കളക്ട് ചെയ്യും, അതുപോലെ തന്നെ ഈ ടൗണിലുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക? സംസുദ്ദീൻ ഫൗണ്ട് എ വേ ഔട്ട്. സംസുദ്ദീൻ എന്താ ചെയ്തത്? ഒരു വഴി കണ്ടുപിടിച്ചു. The papers would be kept ready in large bundles. ഈ പേപ്പേഴ്സ് എന്താ ചെയ്യുക? റെഡി ആക്കിയിട്ട് ലാർജ് ബണ്ടിൽസ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ കെട്ടുകളാക്കിയിട്ട് വെക്കും. ആസ് ദ ട്രെയിൻ chugged down the രാമേശ്വരം ധനുഷ്കോടി track, they would be flung out to the platform. അപ്പം ചഗ് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്തെങ്കിലും ജ്യൂസോ അതുപോലെ വെള്ളമോ എന്തെങ്കിലും ഡ്രിങ്ക് സ്പീഡിൽ പെട്ടെന്ന് കുടിക്കുന്നതിനെയാണ് പറയുക സാധാരണയിൽ. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ സ്പീഡിൽ പെട്ടെന്ന് എന്താണ് രാമേശ്വരം ധനുഷ്കോടി ട്രാക്കിലൂടെ പോകുമ്പോൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഒരു റൂട്ടിലൂടെ ആ ട്രെയിൻ പോകുന്ന സമയത്ത് എന്താണ് ചെയ്യുക? ദേ വുഡ് ബി ഫ്ലങ് ഔട്ട് ടു ദ പ്ലാറ്റ്ഫോം. ഫ്ലങ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വലിച്ചെറിയപ്പെടും എന്നുള്ളതാണ്. അപ്പം ട്രെയിനിന് അവിടെ സ്റ്റോപ്പ് ഇല്ലല്ലോ, സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഇല്ല രാമേശ്വരത്ത്. അപ്പൊ എന്ത് ചെയ്യും? ഇത് ബണ്ടിലാക്കിയിട്ട് കെട്ടിവെക്കും ട്രെയിനിൽ. എന്നിട്ട് ഈ ഒരു റീജിയനിൽ എത്തുന്ന സമയത്ത്, ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ പ്ലാറ്റ്ഫോമിലോട്ട് പുറത്തേക്ക് എറിയപ്പെടും എന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വേർ ഐ കെയിം ഇൻ. അവിടെയാണ് APJ അബ്ദുൽ കലാമിന് ഒരു റോൾ ഉണ്ടായിരുന്നത്. സംസുദ്ദീൻ ഓഫേർഡ് മീ ദ എൻജോയബിൾ ജോബ് ഓഫ് കളക്ടിങ് ദീസ് ബണ്ടിൽസ് ഓഫ് പേപ്പേഴ്സ് ത്രോൺ ഫ്രം ദ മൂവിംഗ് ട്രെയിൻ ആൻഡ് ദെൻ ടേക്കിംഗ് ദം അറൌണ്ട് ടൗൺ ഫോർ ഡിസ്ട്രിബ്യൂഷൻ. സംസുദ്ദീൻ ഇദ്ദേഹത്തിന് ഓഫർ ചെയ്ത ജോബ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജോയബിൾ ജോബ് എന്നാണ് പറയുന്നത്. വളരെ എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്ന ആ ജോബാണ് കൊടുത്തത്. എന്താണ് ആ ജോബ്? ഓഫ് കളക്ടിങ് ദീസ് ബണ്ടിൽസ് ഓഫ് പേപ്പേഴ്സ് ത്രോൺ ഫ്രം ദ മൂവിംഗ് ട്രെയിൻ. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് എറിയപ്പെടുന്ന പേപ്പറിന്റെ ബണ്ടിൽസ്, ആ കെട്ടുകൾ എന്താണ് കളക്ട് ചെയ്യുക, ശേഖരിക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ആൻഡ് ദെൻ ടേക്കിംഗ് ദം അറൌണ്ട് ടൗൺ ഫോർ ഡിസ്ട്രിബ്യൂഷൻ. എന്നിട്ട് ടൗണിൽ കൊണ്ടുപോയിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വിതരണം ചെയ്യുക ഓരോ വ്യക്തികളിലേക്കും. മൈ എൻതൂസിയാസം ന്യൂ നോ ബൗണ്ട്സ്.
എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ആവേശത്തിന് അതിരുകളില്ലായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്തൂസിയാസം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്ന ആവേശം. ന്യൂ നോ ബൗണ്ട്സ്. ബൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ടറി, അതായത് അതിരുകൾ എന്നാണ്. അപ്പോൾ മൈ എന്തൂസിയാസം ന്യൂ നോ ബൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്റെ ആവേശത്തിന് അതിരുകളില്ലായിരുന്നു. ഐ വാസ് ഓൺലി 8 ബട്ട് ഐ വാസ് ഗോയിങ് ടു കോൺട്രിബ്യൂട്ട് ഇൻ എ മീനിങ് വേ ടു ദ ഹൗസ് ഹോൾഡ് ഇൻകം. അപ്പോൾ അന്ന് എനിക്ക് 8 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാനിപ്പം എന്താണ് എൻ്റെ ഫാമിലിയുടെ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മീനിങ് ആയ രീതിയിൽ, മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അർത്ഥവത്തായ രീതിയിൽ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടി പോവുകയായിരുന്നു. കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സംഭാവന ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് വീട്ടിലെ കാര്യങ്ങൾ സഹായിക്കാനായിട്ട് എനിക്ക് പറ്റും. പക്ഷെ എനിക്ക് അന്ന് 8 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ജോബും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം അദ്ദേഹം വളരെ സന്തുഷ്ടനായിരുന്നു. For many days, I had noticed the amount of food on my mother and grandmother's plates becoming lesser and lesser as they divided the portions between all of us. അങ്ങനെ for many days, ഒരുപാട് ദിവസങ്ങളായിട്ട് അദ്ദേഹം I had noticed എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. The amount of food on my mother and grandmother's plates. എൻ്റെ അമ്മയുടെയും അതുപോലെ തന്നെ ഗ്രാൻഡ് മദറിന്റെയും പ്ലേറ്റിലുള്ള ഫുഡിന്റെ അളവ് എന്ന് പറയുന്നത് was becoming lesser and lesser. അത് കുറഞ്ഞു വരുമായിരുന്നു. ആസ് ദേ ഡിവൈഡഡ് ദ പോർഷൻസ് ബിറ്റ്വീൻ ഓൾ ഓഫ് us. എന്താ അത് കുറയാനുള്ള കാരണം? ഫുഡ് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പം ഈ അമ്മയും അമ്മൂമ്മയും എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ബാക്കിയുള്ള ഫാമിലിത്തെ കുട്ടികളും മറ്റ് ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് അമ്മയും ഗ്രാൻഡ് മദറൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡിന്റെ അളവ് എല്ലാ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ദ ചിൽഡ്രൻ വർ ഓൾവേസ് ഫെഡ് ഫസ്റ്റ് ആൻഡ് ഐ ഡോണ്ട് റിമെമ്പർ എനി ഓഫ് us എവർ ഗോയിങ് ഹംഗ്രി. കുട്ടികൾക്കാണ് എപ്പോഴും ആദ്യം ഭക്ഷണം കൊടുക്കുക. ഫെഡ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുത്തിരുന്നത് എന്നാണ്. ഫീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഭക്ഷണം കൊടുക്കുക. ഫെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, കൊടുത്തു എന്നുള്ള അർത്ഥത്തില്. അപ്പം കുട്ടികൾക്കാണ് ആദ്യം ഭക്ഷണം കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവരാരും വിശന്നിരുന്നതായിട്ട് അദ്ദേഹം ഓർക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഹംഗ്രി എന്ന് പറയുമ്പോൾ എന്താണ്, വിശന്നിരിക്കുക. Obviously, the women were compromising on their nutrition for us. അപ്പോൾ obviously the women were compromising on their nutrition for us എന്ന് പറയുമ്പോൾ സ്ത്രീകൾ അവരുടെ എന്താണ് ന്യൂട്രീഷനിൽ, അവരുടെ പോഷകാഹാരത്തിന്റെ കേസിൽ കോംപ്രമൈസ് ചെയ്യുകയായിരുന്നു, എന്ന് വെച്ചാൽ വിട്ടുവീഴ്ച ചെയ്യുകയായിരുന്നു എന്നുള്ളത് ഓബ്വിയസ് ആയിരുന്നു, എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിരുന്നു എന്നാണ് പറയുന്നത്. ഐ റെഡിലി ആക്സെപ്റ്റഡ് സംസുദ്ദീൻസ് ഓഫർ. അപ്പം ഞാൻ എന്താണ്, സന്തോഷത്തോടു കൂടി തന്നെ, റെഡിലി ആക്സെപ്റ്റഡ് എന്ന് പറയുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം എന്നുള്ളതാണ്. അപ്പം എന്താണ്, വില്ലിംഗ്ലി ഞാൻ എന്ത് ചെയ്തു, സംസുദിന്റെ ആ ഒരു ഓഫർ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്, സമ്മതിച്ചു അത് ചെയ്യാൻ വേണ്ടിയിട്ട്. However, my new job had to be fitted into my regular routine. പക്ഷേ ഇത്രയൊക്കെ നല്ല കാര്യമാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആ പുതിയ ജോലി അദ്ദേഹത്തിന്റെ റെഗുലർ റുട്ടീനിലേക്ക് ചേർക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഹവെവർ എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും, റുട്ടീൻ എന്ന് പറഞ്ഞാൽ, റെഗുലർ റുട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പതിവ് ദിനചര്യ. അപ്പൊ എല്ലാ ദിവസവും ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അപ്പൊ അതൊക്കെ ആയിട്ട് ഈ ജോബ് സെറ്റായി പോണ്ടേ. മൈ സ്റ്റഡീസ് ആൻഡ് സ്കൂൾ ഹാഡ് ടു കണ്ടിന്യൂ ആസ് ബിഫോർ. എന്റെ സ്റ്റഡീസ്, സ്കൂളിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പണ്ടത്തെ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണമായിരുന്നു. The delivery business had to be accommodated amidst all these other activities. അപ്പം എന്താണ്, ഈ ഡെലിവറി ബിസിനസ്സിനെ ബാക്കി എല്ലാ ആക്ടിവിറ്റീസിന്റെയും ഇടയിൽ അക്കോമഡേറ്റ് ചെയ്യണം. അമിഡ്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ ഇടയിൽ എന്നുള്ള അർത്ഥമാണ്. അപ്പോ എന്താണ് പറയുന്നത്, ഇത്രയും കാര്യങ്ങളുടെ ഇടയിൽ ഈ ഡെലിവറി ബിസിനസ് നടത്തേണ്ടതായിട്ട് വന്നു എന്നാണ് പറയുന്നത്. അക്കോമഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാൻ വേണ്ടി തുടങ്ങുക, അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുക, അതിനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നത്, ഡെലിവറി ബിസിനസ് ബാക്കിയുള്ള ആക്ടിവിറ്റീസിന്റെ ഉള്ളിൽ ചെയ്യാനായിട്ടുള്ള സമയം കണ്ടെത്തേണ്ടി വന്നു, അത്രേ ഉദ്ദേശിക്കുന്നു. പിന്നെ അക്കോമഡേറ്റ് എന്നുള്ളതിനെ എവിടെയെങ്കിലും താമസിക്കുക എന്നുള്ള അർത്ഥത്തിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, അദ്ദേഹത്തിന് ഡെയിലി അദ്ദേഹം ചെയ്തിരുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതിന്റെയൊക്കെ ഇടയിൽ ഈ ഡെലിവറി ബിസിനസ് നോക്കേണ്ടതായിട്ട് വന്നു എന്നാണ് പറയുന്നത്. Among my siblings and cousins, I had shown an early aptitude for mathematics. അപ്പം എൻ്റെ സിബ്ലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ കൂടെപ്പിറപ്പുകൾ, അതുപോലെ തന്നെ എൻ്റെ കസിൻസ്, അവരുടെയൊക്കെ എന്താണ് ഇടയില്, അവരിലൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഐ ഹാഡ് ഷോൺ ആൻ ഏർലി ആപ്റ്റിറ്റ്യൂഡ് ഫോർ മാത്തമാറ്റിക്സ്. ഞാനാണെങ്കിൽ എന്താണ്, മാത്സിൽ വളരെ നല്ലതായിരുന്നു. അപ്പം
മറ്റുള്ള കുട്ടികളെ, അദ്ദേഹത്തിന്റെ പ്രായത്തിലുള്ള അദ്ദേഹത്തിന്റെ കസിൻസും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ സഹോദരങ്ങളുടെ ഒക്കെ അവരൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അദ്ദേഹം മാത്സിൽ വളരെ നല്ലതായിരുന്നു. മൈ ഫാദർ ഹാഡ് അറേഞ്ച് ഫോർ മീ ടു ടേക്ക് ട്യൂഷൻസ് ഫ്രം അവർ മാത്തമാറ്റിക്സ് ടീച്ചർ. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ എന്താണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാത്സ് ട്യൂഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തന്നെ മാത്സ് ടീച്ചറിന്റെ അടുത്ത്. ഹൗഎവർ മൈ ടീച്ചർ ഹാഡ് എ കണ്ടീഷൻ ദാറ്റ് വി സ്റ്റുഡൻസ് നീഡഡ് ടു റീച്ച് ഹിസ് ഹോം അറ്റ് ഡോൺ ആഫ്റ്റർ ഹാവിംഗ് ടേക്കൺ എ ബാത്ത്. പക്ഷെ ഈ ടീച്ചറിന് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. എന്താണ്, സ്റ്റുഡൻസ് ട്യൂഷന് ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടില് കുട്ടികൾ രാവിലെ തന്നെ, ഡോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പ്രഭാതത്തില് എന്താണ് കുളിച്ചിട്ട് വേണം ചെല്ലാൻ എന്നുണ്ടായിരുന്നു. സോ ഫോർ എ ഇയർ വിച്ച് വാസ് ദ ഡ്യൂറേഷൻ ഓഫ് ദ ട്യൂഷൻ ഐ സ്റ്റാർട്ടഡ് മൈ ഡേ വൈൽ ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക് ഔട്ട്സൈഡ് വിത്ത് മൈ മദർ ഷേക്കിംഗ് മീ അവേക്ക്. അപ്പോ ആ ഒരു വർഷത്തോളം, അതായത് ഈ ട്യൂഷൻ ഞാൻ എടുത്തിരുന്ന കാലഘട്ടത്തോളം, ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലയളവിനെയാണ് പറയുന്നത്. ഐ സ്റ്റാർട്ടഡ് മൈ ഡേ വൈൽ ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക് ഔട്ട്സൈഡ്. ഞാൻ എൻ്റെ ദിവസം തുടങ്ങിയിരുന്നത് പുറത്തൊക്കെ ഇരുട്ടായിരുന്ന സമയത്ത് തന്നെയാണ്. ഡാർക്ക് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ പുറത്ത്, ഡാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഇരുട്ടായിരുന്ന സമയത്ത്. വിത്ത് മൈ മദർ ഷേക്കിംഗ് മീ അവേക്ക്. എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ എഴുന്നേൽപ്പിക്കും. ടു ഷേക്ക് സമ്മൺ അവേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഉണർത്തുന്നതിനെയാണ് പറയുന്നത്. അപ്പം പുറത്തൊക്കെ അപ്പോഴും ഇരുട്ട് തന്നെയായിരിക്കും. ആ സമയത്ത് അമ്മ അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുമായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ഒരു ദിവസം തുടങ്ങുന്നത്. ഷീ ഹെർസെൽഫ് വുഡ് ഹാവ് റൈസൺ ബിഫോർ മീ ആൻഡ് ഗോട്ട് മൈ ബാത്ത് റെഡി. അമ്മയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനേക്കാളും മുന്നേ തന്നെ റൈസൺ ബിഫോർ മീ എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുന്നേറ്റിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അദ്ദേഹത്തിന് കുളിക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുമായിരുന്നു. ഷീ വുഡ് ദെൻ ഹെൽപ്പ് മീ ബാത്ത് ആൻഡ് സെൻഡ് മീ ഓൺ മൈ വേ ടു മൈ ടീച്ചേഴ്സ് ഹോം. എന്നിട്ട് അമ്മ എന്താണ് ഇദ്ദേഹത്തിനെ കുളിക്കാനായിട്ട് ഇദ്ദേഹത്തിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യും, അതിനുവേണ്ടിയൊക്കെ സഹായിക്കും. എന്നിട്ട് ഇദ്ദേഹത്തെ ഈ ടീച്ചറിന്റെ വീട്ടിലോട്ട് പറഞ്ഞു വിടും. ദർ ഐ വുഡ് സ്റ്റഡി ഫോർ ആൻ അവർ ആൻഡ് റിട്ടേൺ ബൈ 5 AM. അങ്ങനെ അവിടെ അദ്ദേഹം 1 മണിക്കൂറോളം പഠിച്ചിട്ട് 5 മണിക്ക്, രാവിലെ 5 മണിക്ക് റിട്ടേൺ ചെയ്യും, എന്ന് വെച്ചാൽ തിരിച്ചു വരും. ബൈ ദെൻ മൈ ഫാദർ വുഡ് ബി റെഡി ടു ടേക്ക് മീ ടു ദി അറേബിക് സ്കൂൾ നിയർ ബൈ. ആ സമയം ആകുമ്പോഴത്തേനും എന്റെ അച്ഛൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും എന്നെ അടുത്തുള്ള അറബിക് സ്കൂളിൽ ആക്കാനായിട്ട്. നിയർ ബൈ എന്ന് പറഞ്ഞാൽ അടുത്തുള്ള. ഓക്കെ. ആഫ്റ്റർ മൈ ലെസൺ വാസ് ഓവർ ഐ വുഡ് സ്പ്രിന്റ് ടു ദി റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ എന്താണ് അദ്ദേഹത്തിന്റെ ആ ക്ലാസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്താ ചെയ്യുക? ഐ വുഡ് സ്പ്രിന്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടും അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. സൂൺ ദ എൻജിൻ സ്മോക്ക് വുഡ് ബി വിസിബിൾ ഇൻ ദ ഡിസ്റ്റൻസ്. അങ്ങനെ കുറച്ച് ഓടുന്ന സമയത്ത് എന്താണ് എൻജിന്റെ സ്മോക്ക്, പുക ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം. ഇപ്പൊ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ എൻജിനിൽ നിന്ന് സ്മോക്ക് പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും ദൂരത്തുനിന്ന്. The horn would be tooted loudly and with a thunderous roar, the train would pass through the station. അങ്ങനെ ആ ഹോൺ വുഡ് ബി ടൂട്ടഡ് ലൗഡ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോൺ ഇങ്ങനെ ഉറക്കെ കേൾക്കാം എന്നുള്ളതാണ്. എന്നിട്ട് ലൗഡ്ലി എന്ന് പറയുമ്പോൾ ഉറക്കെ, ടൂട്ടഡ് എന്ന് പറഞ്ഞാൽ ആ ഹോണിന്റെ ശബ്ദത്തിന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ആ ഹോൺ മുഴക്കുന്നതിന്. അപ്പൊ അത് ഭയങ്കര ഉച്ചത്തിൽ കേൾക്കാനായിട്ട് പറ്റും. ആൻഡ് വിത്ത് എ തണ്ടറസ് റോർ ദ ട്രെയിൻ വുഡ് പാസ് ത്രൂ ദ സ്റ്റേഷൻ. എന്നിട്ട് ഒരു ഇടിമിന്നലിന്റെ സൗണ്ട് പോലെ അത്രയും ഒച്ചത്തില് ഈ ട്രെയിൻ എന്താ ചെയ്യുക? സ്റ്റേഷന്റെ അത് കൂടെ കടന്നു പോകും. തണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇടിമിന്നലിനെ, ഇടീനെ ആട്ടോ പറയുന്നത്, ഇടിയുടെ സൗണ്ടിനെ. അപ്പം അത്രയും ഒച്ചത്തിലാണല്ലോ ട്രെയിനിന്റെ സൗണ്ട് ഉണ്ടാവുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത്രയും സൗണ്ടിൽ ഈ ട്രെയിൻ ഇത് കൂടെ പോവുകയും ചെയ്യും. പിന്നെ അതിന്റെ ഹോണിന്റെ സൗണ്ടും കേൾക്കാം, അതിൽ നിന്ന് പുകയും പോകുന്നുണ്ടായിരിക്കും എൻജിന്റെ അവിടെ നിന്ന്. ഐ ഹാഡ് വർക്ക്ഡ് ഔട്ട് ദ ബെസ്റ്റ് സ്പോട്ട് ഫ്രം വിച്ച് ടു കീപ് ആൻ ഐ ഔട്ട് ഫോർ ദ ഫ്ലൈയിങ് ന്യൂസ് പേപ്പർ ബണ്ടിൽസ്. അപ്പൊ ഇദ്ദേഹം എന്താ ചെയ്തത്? ബെസ്റ്റ് ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു. ഇങ്ങനെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് എറിയപ്പെടുന്ന ആ ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ് ഉണ്ടല്ലോ, പേപ്പറിന്റെ കെട്ടുകൾ, അത് കളക്ട് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. കീപ് ആൻ ഐ ഔട്ട് ഫോർ ദ ഫ്ലൈയിങ് ന്യൂസ് പേപ്പർ ബണ്ടിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നോക്കാൻ വേണ്ടിയിട്ട്, ശ്രദ്ധിക്കാനായിട്ട്, ഈ ന്യൂസ് പേപ്പർ ബണ്ടിൽസ് പുറത്തേക്ക് ഇടുന്നത് കറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. ലൈക്ക് ക്ലോക്ക് വർക്ക് ദേ വുഡ് ബി ടോസ്ഡ് ഔട്ട് ടു ദ പ്ലാറ്റ്ഫോം. അതായത് ക്ലോക്ക് വർക്ക് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ വാച്ചും ക്ലോക്കും ഒക്കെ കറക്റ്റ് സമയത്തിന് നടക്കില്ലേ, അതുപോലെ തന്നെ എന്താ കറക്റ്റ് ടൈമിന് ഈ ന്യൂസ് പേപ്പർ ബണ്ടിൽസ് പുറത്തേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് എറിയപ്പെടും എന്നാണ്. ദ ട്രെയിൻ വുഡ് ദെൻ ഹഫ് ആൻഡ് പഫ് അവേ. അത് കഴിഞ്ഞിട്ട് ഹഫ് ആൻഡ് പഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ഉണ്ടാക്കുന്ന സൗണ്ടിനെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പം ആ ട്രെയിൻ എന്നിട്ട് ആ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോവും. സംസുദ്ദീൻസ് പേഴ്സൺ ഇൻ ദ ട്രെയിൻ വുഡ് വേവ് ഔട്ട് ടു മീ ആൻഡ് മൈ ജോബ് വുഡ് ബിഗിൻ. അങ്ങനെ ഈ സംസുദ്ദീന്റെ ഒരാള് ട്രെയിനിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ആ ആള് കൈ കൊണ്ട് ഇങ്ങനെ വേവ് ചെയ്ത് കാണിക്കും. അങ്ങനെ എന്താണ് കൈ കൊണ്ട് വേവിങ് ആക്ഷൻ കാണിക്കും. അപ്പോ ആ ഒരു സമയത്താണ് ഈ ബണ്ടിൽ പുറത്തേക്ക് ഇടുക. ആ സമയത്താണ് എന്താണ് ഇദ്ദേഹത്തിന്റെ ജോലി
ബിഗിൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങുന്നത്, ആരംഭിക്കുന്നത് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഐ ദെൻ പിക്ഡ് അപ്പ് ദ ബണ്ടിൽസ്, ഡിവൈഡഡ് ദം അപ്പ് ഇൻ ടു ബാച്ചസ് അക്കോർഡിംഗ് ടു ദി നെയ്ബർഹുഡ് ഇൻ വിച്ച് ദ പേപ്പേഴ്സ് ഹാഡ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് ഓഫ് ഐ വെന്റ്. അതിനുശേഷം ഇദ്ദേഹം എന്താണ് ചെയ്യുക? ഐ പിക്ഡ് അപ്പ് ദ ബണ്ടിൽസ് എന്താണ്, ഞാൻ അതിനുശേഷം ആ ന്യൂസ് പേപ്പറിനെ കെട്ട് എടുക്കും. ഡിവൈഡഡ് ദം അപ്പ് ഇൻ ടു ബാച്ചസ്, അത് ഡിവൈഡ് ചെയ്യും, എന്താണ്, പല പല ബാച്ചായിട്ട്. അക്കോർഡിംഗ് ടു ദി നെയ്ബർഹുഡ് ഇൻ വിച്ച് ദ പേപ്പേഴ്സ് ഹാഡ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് ഓഫ് ഐ വെന്റ്. അപ്പം ബാച്ചായിട്ട് എങ്ങനെയാണ് തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് നെയ്ബർഹുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽപ്പക്കം, അപ്പം ഏത് ഏരിയയിൽ ഉള്ള പേപ്പേഴ്സ് ആണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് തരംതിരിച്ച് ബാച്ചാക്കി വെക്കുന്നത്. എന്നിട്ട് എന്താണ് ചെയ്യുക? ഓഫ് ഐ വെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകും എന്നുള്ളതാണ്. ഫോർ അബൌട്ട് ആൻ അവർ ഐ ടൂർ അറൌണ്ട് രാമേശ്വരം ഡെലിവറിങ് ദ പേപ്പേഴ്സ് ടു എവ്രി വൺ. അങ്ങനെ പിന്നെ ഒരു മണിക്കൂറോളം അദ്ദേഹം എന്താണ് ചെയ്യുക? രാമേശ്വരത്ത് ഇങ്ങനെ നടക്കും, ഈ പേപ്പേഴ്സ് ഡെലിവർ ചെയ്തുകൊണ്ട് ഓരോരുത്തർക്കും, എല്ലാവർക്കും എന്നാണ് പറയുന്നത്. ഡെലിവറിങ് ടു എവ്രി വൺ എന്ന് പറയുമ്പോൾ ആർക്കൊക്കെയാണോ കൊടുക്കാനുള്ളത് അവർക്കൊക്കെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അടുത്ത ഒരു മണിക്കൂർ. ഇതാണ് അദ്ദേഹത്തിന്റെ എന്താണ് വർക്കിന്റെ ടൈമും അത് സംബന്ധിച്ച കാര്യങ്ങളും ആയിരുന്നത്. അപ്പോൾ ടോർ അറൌണ്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേഗത്തിൽ പെട്ടെന്ന് നടന്ന് നീങ്ങും എന്നാണ്, രാമേശ്വരത്തെ ആളുകൾക്ക് ഈ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സൂൺ ഐ ബിഗാൻ ടു ഐഡന്റിഫൈ പീപ്പിൾ ബൈ ദ പേപ്പേഴ്സ് ദി റെഡ്. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ആളുകളെ തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങി. ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചറിയുക. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അവര് വായിച്ചിരുന്ന ന്യൂസ് പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ട് ആളുകളെ തിരിച്ചറിയാനായിട്ട് തുടങ്ങി. മെനി വുഡ് ബി വെയിറ്റിംഗ് ഫോർ മീ ആൻഡ് ദർ വുഡ് ഓൾവേസ് ബി എ ഫ്രണ്ട്ലി വേർഡ് ഓർ ടു. അങ്ങനെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് അവരുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് സമയം സംസാരം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. സം വുഡ് ടെൽ മീ ടു ഹറി ബാക്ക് ഹോം സോ ഐ വുഡ് നോട്ട് ബി ലേറ്റ് ഫോർ സ്കൂൾ. അങ്ങനെ ഈ പേപ്പർ കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ചില ആളുകൾ ഇദ്ദേഹത്തോട് പറയായിരുന്നു, കാരണം കുട്ടിയല്ലേ ഇദ്ദേഹം അന്ന്, അപ്പം വേഗം നീ തിരിച്ചു പോയിക്കോ. ഹറി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് തന്നെ പോകാനാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാല് സ്കൂളിൽ പോകാൻ ലേറ്റ് ആവാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു പോയിക്കോ എന്ന് പറയാറുണ്ട് ചില ആളുകളൊക്കെ. I think most people enjoyed being handed their papers by a cheerful 8-year-old kid. Cheerful എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷത്തോടെയുള്ള. അപ്പം അദ്ദേഹത്തിന് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ ആളുകൾക്കൊക്കെ ഈ 8 വയസ്സുള്ള സന്തോഷത്തോടു കൂടി വരുന്ന ഈ കുട്ടി പേപ്പേഴ്സ് കൊടുക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അദ്ദേഹം ഒരു ഹാപ്പി ആയിട്ടുള്ള കുട്ടിയായിരുന്നു. അപ്പൊ അദ്ദേഹം പേപ്പേഴ്സ് കൊണ്ടു കൊടുക്കുന്നത് കുറെ ആളുകൾക്ക് ഇഷ്ടമായിരുന്നു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. Our town being on the east coast, by the time the work was over at 8 a.m, the sun would be high up in the sky. അപ്പം ഇവരുടെ ടൗൺ എന്ന് പറയുന്നത് കോസ്റ്റൽ ഏരിയയുടെ ഈസ്റ്റ് സൈഡിലാണ്, അതായത് സൂര്യൻ ഉദിക്കുന്ന ആ ഡിറക്ഷനിലാണ് ഉള്ളത്. പിന്നെ കോസ്റ്റൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തീരപ്രദേശം. അപ്പം എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ വർക്ക് ഒരു 8 മണിയോട് കൂടിയിട്ടൊക്കെ കംപ്ലീറ്റ് ആവും. ആ സമയം ആവുമ്പോഴത്തേനും ദ സൺ വുഡ് ബി ഹൈ അപ്പ് ഇൻ ദ സ്കൈ എന്നാണ് പറയുന്നത്. എന്താണ്? സൂര്യൻ ഉദിച്ചിട്ട് ആകാശത്ത് ഉണ്ടായിരിക്കും, ഒരു ഹൈ പൊസിഷനിൽ എത്തിയിട്ടുണ്ടായിരിക്കും. കാരണം ജസ്റ്റ് ഇങ്ങനെ ഉദിച്ച് തുടങ്ങുന്ന ഒരു സമയമല്ല, ഉദിച്ച് എത്തിയിട്ടുണ്ടായിരിക്കും. നൗ ഐ ഹെഡഡ് ബാക്ക് ഹോം വേർ മൈ മദർ വെയിറ്റഡ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം 8 മണിയാവുന്ന സമയത്ത് അദ്ദേഹം എന്താ ചെയ്യുക? വീട്ടിലേക്ക് തിരിച്ചു പോകും. ഹെഡ് ബാക്ക് ഹോം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോവുക എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ എന്താണ്? അമ്മ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റുമായിട്ട്. എ സിമ്പിൾ മീൽ വുഡ് ബി സെർവ്, ബട്ട് ഹൗ ഹംഗ്രി ഐ വാസ്. മൈ മദർ മേഡ് ഷുവർ ഐ ഏറ്റ് എവറി മോർസൽ ബിഫോർ സെൻഡിങ് മീ ഓഫ് ടു സ്കൂൾ, but my work did not end there. എന്നിട്ട് എന്താണ് അദ്ദേഹം പറയുന്നത്? എ സിമ്പിൾ മീൽ വുഡ് ബി സെർവ്ഡ് ബട്ട് ഹൗ ഹംഗ്രി ഐ വാസ്. അതായത് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് കാത്തു നിൽക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും, പക്ഷെ അദ്ദേഹത്തിനാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഭയങ്കര വിശപ്പുമായിരിക്കും. മൈ മദർ മേഡ് ഷുവർ ഐ ഏറ്റ് എവ്രി മോസൽ ബിഫോർ സെൻഡിങ് മീ ഓഫ് ടു സ്കൂൾ. അപ്പൊ അമ്മ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പുവരുത്തുക. അമ്മ ഉറപ്പുവരുത്തുമായിരുന്നു, ഞാൻ സ്കൂളിൽ പോകുന്നതിനേക്കാളും മുൻപ് ആ ഭക്ഷണത്തിന്റെ മുഴുവൻ ഭാഗം കഴിച്ചു തീർക്കുമെന്ന്. മോഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ പീസ് പോലും എന്നുള്ള അർത്ഥമാണ്. ചെറിയ പീസ് എന്നൊക്കെ ഉള്ളത്, അതായത് ഭക്ഷണത്തിൽ ഒരു ചെറിയ ഭാഗം പോലും ബാക്കി വരാത്ത രീതിയിൽ അദ്ദേഹം എല്ലാം കഴിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ടേ അമ്മ അദ്ദേഹത്തെ സ്കൂളിലേക്ക് വിടുമായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ബട്ട് മൈ വർക്ക് ഡിഡ് നോട്ട് എൻഡ് ദെയർ. പക്ഷെ എന്റെ ജോലി അവിടെ അവസാനിക്കുന്നില്ലായിരുന്നു. ഇൻ ദ ഈവനിങ് ആഫ്റ്റർ സ്കൂൾ വാസ് ഓവർ ഐ വുഡ് ഡു ദ റൗണ്ട്സ് ഓഫ് സംസുദ്ദീൻസ് കസ്റ്റമേഴ്സ് അഗൈൻ
collecting dues. Then I would meet him so that he could work out the accounts of the day. അപ്പോ ഇത്രയും പറഞ്ഞിട്ട് സ്കൂളിൽ പോകുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ജോബ് കഴിയുന്നില്ല. പിന്നീട് ഈവനിങ്ങിന് വൈകുന്നേരം എന്താണ് അദ്ദേഹം ചെയ്യുക? ആഫ്റ്റർ സ്കൂൾ വാസ് ഓവർ, സ്കൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ വുഡ് ഡു ദ റൗണ്ട്സ് ഓഫ് സംസുദ്ദീൻസ് കസ്റ്റമേഴ്സ് അഗൈൻ. വീണ്ടും സംസുദ്ദീന്റെ കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് പോകും അദ്ദേഹം. കളക്ടിങ് ഡ്യൂസ്, എന്തിനു വേണ്ടിയിട്ടാണ്? പൈസ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഐ വുഡ് മീറ്റ് ഹിം സോ ദാറ്റ് ഹി കുഡ് വർക്ക് ഔട്ട് ദ അക്കൗണ്ട്സ് ഓഫ് ദ ഡേ. അതിനുശേഷം ഞാൻ ആരെ മീറ്റ് ചെയ്യും? സംസുദ്ദീനെ മീറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? സോ ദാറ്റ് ഹി കുഡ് വർക്ക് ഔട്ട് ദ അക്കൗണ്ട്സ് ഓഫ് ദ ഡേ. അക്കൗണ്ട്സ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാൽ ആ ദിവസത്തെ കണക്ക് തീർക്കാനായിട്ട് സംസുദ്ദീനെ കാണാനായിട്ട് പോകും. അപ്പൊ വൈകിട്ട് സ്കൂൾ വിട്ട് വന്നിട്ട് കസ്റ്റമേഴ്സിനെ കാണും, അവരുടെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്യും. എന്നിട്ട് എന്താണ് ചെയ്യുക? സംസുദ്ദീനെ കാണാൻ വേണ്ടി പോകും. എന്നാലാണ് അന്നത്തെ ദിവസത്തെ കണക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അറ്റ് ദാറ്റ് ടൈം സിറ്റിംഗ് സംവെയർ നിയർ ദ സീ വിത്ത് എ ബ്രീസ് ബ്ലോയിങ് ഇൻ, ജലാലുദ്ദീൻ ഓർ സംസുദ്ദീൻ വുഡ് ഫൈനലി ഓപ്പൺ അപ്പ് ദ ഡേയ്സ് പേപ്പർ. അപ്പോ ആ സമയത്ത് സിറ്റിംഗ് സംവെയർ നിയർ ദ സീ, കടലിന്റെ അടുത്ത് ഇരുന്നിട്ട്, വിത്ത് എ ബ്രീസ് ബ്ലോയിങ് ഇൻ. ബ്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാറ്റ്. അതായത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കാറ്റിനല്ല ബ്രീസ് എന്ന് പറയുക, ഒരു ഇളം കാറ്റ് എന്താണ് വീശിക്കൊണ്ടിരുന്ന സമയത്ത് ജലാലുദ്ദീൻ ഓർ സംസുദ്ദീൻ വുഡ് ഫൈനലി ഓപ്പൺ അപ്പ് ദ ഡേയ്സ് പേപ്പർ. ജലാലുദ്ദീൻ അല്ലെങ്കിൽ സംസുദ്ദീൻ, ഇവരിൽ ആരെങ്കിലും ഒരാള് എന്താണ് അന്നത്തെ ദിവസത്തെ പത്രം എടുക്കും വായിക്കാനായിട്ട്. ഓൾ ഓഫ് us വുഡ് പോർ ഓവർ ദ ബ്ലാക്ക് ടൈപ്പ് ഓഫ് ദിനമണി. വൺ ഓഫ് ദം വുഡ് റീഡ് അലൗഡ് ദ ന്യൂസ് ഐറ്റംസ് ആൻഡ് സ്ലോലി ദ ലാർജർ ഔട്ട്സൈഡ് വേൾഡ് വുഡ് എൻറ്റർ അവർ കോൺഷ്യസ്നെസ്. അപ്പം അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടാവുക? ഓൾ ഓഫ് us വുഡ് പോർ ഓവർ ദ ബ്ലാക്ക് ടൈപ്പ് ഓഫ് ദ ദിനമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിനമണി എന്ന് പറഞ്ഞ പേപ്പർ ഉണ്ടല്ലോ, അത് ഇവരെല്ലാരും എന്താണ് കാര്യമായിട്ട് പോർ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അപ്പം ഇവര് ന്യൂസ് ഒക്കെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും ഈ ദിനമണി എന്ന് പറഞ്ഞ പത്രത്തില്. വൺ ഓഫ് ദം വുഡ് റീഡ് അലൗഡ് ദ ന്യൂസ് ഐറ്റംസ്. അങ്ങനെ ന്യൂസ് അതിൽ ആരെങ്കിലും ഒരാള് ഭയങ്കരമായിട്ട് ഉറക്കെ വായിക്കും. റീഡ് അലൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഉറക്കെ വായിക്കുക. ആൻഡ് സ്ലോലി ദ ലാർജർ ഔട്ട്സൈഡ് വേൾഡ് വുഡ് എൻറ്റർ അവർ കോൺഷ്യസ്നെസ്. അങ്ങനെ പതിയെ എന്താണ് പുറത്തുള്ള ഇത്രയും വലിയ ഒരു ലോകമുണ്ടല്ലോ, അത് പതിയെ പതിയെ ഇവരുടെ കോൺഷ്യസ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബോധം, ഇവരുടെ ബോധ്യത്തിലേക്ക്, ഇവരുടെ മനസ്സിലേക്ക് അത് വരാനായിട്ട് തുടങ്ങും. അതായത് പേപ്പർ വായിക്കുമ്പോഴും നമ്മളുള്ള സ്ഥലത്തെ മാത്രമല്ല പുറത്തെയും ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുമല്ലോ, അതിന്റെ കാര്യമാണ് പറയുന്നത്. ഗാന്ധിജി, കോൺഗ്രസ്, ഹിറ്റ്ലർ, പെരിയാർ, ഇ.വി. രാമസ്വാമി, their words would hang in the evening air. അങ്ങനെ ഗാന്ധിജി, അതുപോലെ തന്നെ കോൺഗ്രസ്, ഹിറ്റ്ലർ, പെരിയാർ, ഇ.വി. രാമസ്വാമി, അതുപോലെയുള്ള ആളുകളുടെ വാക്കുകൾ എന്താണ് ആ ഈവനിങ് എയറിൽ ഹാങ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈകുന്നേരമാണ് ഇവർ ഈ പേപ്പർ വായിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഈ ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചർച്ച ചെയ്യും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഐ വുഡ് ട്രേസ് ദ ഫോട്ടോസ് ആൻഡ് വേർഡ്സ് വിത്ത് മൈ ഫിംഗേഴ്സ് വണ്ടറിങ് വാട്ട് ഇറ്റ് മസ്റ്റ് ബി ലൈക്ക് ടു ബി ഔട്ട് ദർ ഇൻ ദ ലാർജർ വേൾഡ് വിത്ത് ഓൾ ഓഫ് ദം. അങ്ങനെ ഇദ്ദേഹം എന്താണ് ചെയ്യുക? ഐ വുഡ് ട്രേസ് ദ ഫോട്ടോസ് ആൻഡ് വേർഡ്സ് വിത്ത് മൈ ഫിംഗേഴ്സ്. ആ പേപ്പറിലുള്ള വാക്കുകളും അതുപോലെ തന്നെ അതിലുള്ള ചിത്രങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ തൊട്ടു നോക്കും വിരലുകൊണ്ട്. വണ്ടറിങ് വാട്ട് ഇറ്റ് മസ്റ്റ് ബി ലൈക്ക് ടു ബി ഔട്ട് ദർ ഇൻ ദ ലാർജർ വേൾഡ് വിത്ത് ഓൾ ഓഫ് ദം. വണ്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ആലോചിക്കുക. എന്താണ് ആലോചിക്കുന്നത്? പുറത്തെ ഈ വലിയ ലോകത്തില് ഈ മേൽപ്പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടല്ലോ, മഹത്തായ വ്യക്തികളുണ്ട്, അതിൽ ഫേമസ് ആയ ആളുകളുണ്ട്. അപ്പം ഇവരോടൊക്കെ ഒപ്പം ഈ വലിയ ലോകത്തില് ഇടപഴകാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ സാഹചര്യം എങ്ങനെയായിരിക്കുമെന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. മേ ബി ഐ തോട്ട് ടു മൈസെൽഫ് വൺ ഡേ ഐ വുഡ് ഗോ ടു ദ ബിഗ് സിറ്റീസ് ലൈക്ക് മദ്രാസ്, ബോംബെ ആൻഡ് കാൽക്കട്ട. അങ്ങനെ അദ്ദേഹം എന്താണ് ആലോചിക്കും, ഒരിക്കൽ ഞാൻ ഈ വലിയ സിറ്റീസിലേക്ക് പോകും, മദ്രാസ്, ബോംബെ, കാൽക്കട്ട പോലെയുള്ള വലിയ സിറ്റീസിലേക്ക് പോകും എന്ന് അദ്ദേഹം ഇങ്ങനെ വിചാരിക്കും. എന്തെങ്കിലും പോകാൻ പറ്റുമായിരിക്കും എന്നുള്ള രീതിയിൽ. വാട്ട് വുഡ് ഐ സേ ഇഫ് ഐ എവർ ഗോട്ട് ടു മീറ്റ് പീപ്പിൾ ലൈക്ക് ഗാന്ധിജി ആൻഡ് പണ്ഡിറ്റ് നെഹ്റു. അങ്ങനെ അദ്ദേഹം ആലോചിക്കുകയാണ്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഗാന്ധിജീനെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും ഒക്കെ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് എന്തായിരിക്കും പറയുക എന്ന്. ബട്ട് സച്ച് തോട്ട്സ് were soon interrupted by the calls of my playmates and then the call for dinner. There was homework to be done and even an 8-year-old has only that much energy to spend. പക്ഷെ ഈ ചിന്തകളൊക്കെ ഇന്ററപ്റ്റ് ചെയ്യപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തടസ്സപ്പെടും. എന്താണ്? എങ്ങനെയാണ്? ഒന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പ്ലേമേറ്റ്സ്, അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ്, കളിക്കൂട്ടുകാർ വിളിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് എന്താണ് ഡിന്നർ കഴിക്കാൻ വേണ്ടി വിളിക്കും. പിന്നെ അത് കൂടാണ്ട് അദ്ദേഹത്തിന് എന്താ ചെയ്യാണ്ടായിരുന്നത്? ഹോംവർക്ക് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഒരു 8 വയസ്സുള്ള കുട്ടിക്ക് അത്ര എനർജി ഒക്കെ തന്നെയല്ലേ ഉള്ളൂ സ്പെൻഡ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. ബൈ 9 PM I would be fast asleep as the next day more studies and the life of a working man lay in the store.
പിന്നെ ഒരു 9 മണിയാകുമ്പോഴേക്കും അദ്ദേഹം നല്ല ഉറക്കമായിട്ടുണ്ടാവും. ഫാസ്റ്റ് സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉറക്കമായിട്ടുണ്ടാവും എന്നുള്ളതാണ്. ആസ് ദ നെക്സ്റ്റ് ഡേ മോർ സ്റ്റഡീസ് ആൻഡ് ദ ലൈഫ് ഓഫ് എ വർക്കിംഗ് മാൻ ലേ ഇൻ ദ സ്റ്റോർ. കാരണം അടുത്ത ദിവസം എന്താണ് കൂടുതൽ പഠിക്കാനുണ്ട്. അത് മാത്രമല്ല ഒരു വർക്കിംഗ് മാനിനുള്ള ജോലിയും ആ ഒരു വർക്കിംഗ് മാൻ, അതായത് അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ടല്ലോ, അത്രയും വർക്കും കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം ചെയ്യാനുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. ലൈഫ് ഓഫ് എ വർക്കിംഗ് മാൻ ലേ ഇൻ ദ സ്റ്റോർ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം അദ്ദേഹത്തിന് ചെയ്തു തീർക്കാനായിട്ട് ഇത്രയും കാര്യങ്ങളുണ്ട്. എന്താണ് പഠിക്കാനുണ്ട്. അത് മാത്രമല്ല ഇപ്പൊ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ദിസ് റുട്ടീൻ കണ്ടിന്യൂ ഫോർ അബൌട്ട് എ ഇയർ. ഇൻ ദാറ്റ് 1 year ഓഫ് റണ്ണിങ് അറൌണ്ട് വിത്ത് പേപ്പേഴ്സ് ഐ ഗ്രൂ ടോളർ ആൻഡ് ബ്രൗണർ. അങ്ങനെ ഈ ഒരു റുട്ടീൻ എന്താണ് പിന്നീട് ഒരു വർഷത്തോളം നീണ്ടു നിന്നു. ആ ഒരു വർഷത്തില് ഇങ്ങനെ പേപ്പേഴ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹം. ആ സമയത്ത് അദ്ദേഹം ഗ്രൂ ടോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റ് കൂടി. ടോൾ ആവുക എന്ന് വെച്ചാൽ എന്താണ് ഹൈറ്റ് കൂടുക എന്നുള്ളതാണ്. ആൻഡ് ബ്രൗണർ, പിന്നെ കുറച്ചും കൂടി ബ്രൗൺ കളറായി മാറി. ഐ ഓൾസോ ലേൺ ദാറ്റ് ഐ കുഡ് നൗ ജഡ്ജ് ക്വൈറ്റ് ആക്യുറേറ്റ്ലി ദ ഡിസ്റ്റൻസ് ഐ കുഡ് കവർ അറ്റ് എ സ്പ്രിന്റ് വിത്ത് ദ ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ് ഇൻ മൈ ഹാൻഡ്. പിന്നെ അദ്ദേഹം നേടിയെടുത്തൊരു കഴിവുണ്ട് ഒരു വർഷം കൊണ്ട്. എന്താണ്? ഐ കുഡ് നൗ ജഡ്ജ് ക്വൈറ്റ് ആക്യുറേറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ട്, വളരെ പ്രിസൈസ് ആയിട്ട്, വളരെ കറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് ജഡ്ജ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന് ഈ പേപ്പർ ബണ്ടിൽസുമായിട്ടുള്ള ഒറ്റൊരു ഓട്ടത്തില് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് അദ്ദേഹം കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പഠിച്ചു എന്നാണ് പറയുന്നത്. ഹെൻസ് ഐ കുഡ് ടൈം മൈ അറൈവൽ അറ്റ് വേരിയസ് ലൊക്കാലിറ്റീസ് അറ്റ് ദ സെയിം ടൈം എവ്രി ഡേ. അങ്ങനെ അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ നാട്ടിലെ ഓരോ ലൊക്കാലിറ്റിയിലും ഓരോ പ്രദേശത്തും എത്ര സമയത്തിനുള്ളിൽ എത്താം, എപ്പോൾ എത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ പറ്റി. ഐ കുഡ് കാൽക്കുലേറ്റ് ഇൻ മൈ ഹെഡ് ദ amount owed to സംസുദ്ദീൻ ബൈ ഈച്ച് ഓഫ് ഹിസ് സബ്സ്ക്രൈബേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന് എന്താണ് മനക്കണക്ക് കൂട്ടാനായിട്ട് പറ്റുമായിരുന്നു. സംസുദ്ദീന് ഓരോ ആളുകളും ഓരോ വരിക്കാരും എത്ര പൈസ കൊടുക്കാനുണ്ട് എന്നുള്ളത്. ആൻഡ് കുഡ് റീൽ ഓഫ് ദ നെയിംസ് ഓഫ് ദോസ് ഹു ഹാഡ് നോട്ട് പെയ്ഡ് അപ്പ് ദാറ്റ് ഡേ. റീൽ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നതിനെയാണ് പറയുന്നത്. അപ്പം എന്താണ് അന്നത്തെ ദിവസം പൈസ കൊടുക്കാത്ത ആളുകളില്ലേ, അവരുടെ പേര് ഇങ്ങനെ ഓർത്തു വെച്ചിട്ട് പറയാനായിട്ടും പഠിച്ചു എന്നാണ് പറയുന്നത്. മോസ്റ്റ്ലി ഐ ലേൺ ദാറ്റ് ടു ബി എ വർക്കിംഗ് മാൻ മെന്റ് യു ഹാഡ് ടു ബി അപ്പ് ആൻഡ് റെഡി ടു ഫേസ് ദ ഡേ വാട്ട് എവർ എൽസ് മേ ഹാപ്പൻ ടു യു. പിന്നെ അദ്ദേഹം പഠിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്കിംഗ് മാൻ എന്ന രീതിയിൽ, ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും, നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ എന്താണ് ആ ദിവസം ഫേസ് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം. അതായത് ഓരോ ദിവസവും ജോലി ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം. നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ആ ദിവസവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ നമ്മൾ എന്താണ് റെഡി ആയിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നാണ് പറയുന്നത് ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ. ഹോംവർക്ക്, ട്യൂഷൻ, പ്രയേഴ്സ് all carried on, but the Madras Dhanushkodi mail would not wait for me. I had to be present at the station at the correct time and at the correct point to collect bundles as they came flying in. അപ്പം ഹോംവർക്ക് ഉണ്ട്, ട്യൂഷൻ ഉണ്ട്, പ്രയർ ഉണ്ട്, ഇതൊക്കെ ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ നടന്നുകൊണ്ടേയിരുന്നു. പക്ഷേ മദ്രാസ് ധനുഷ്കോടി മെയിൽ അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ലായിരുന്നു. ആ ട്രെയിൻ ആ സ്റ്റേഷന്റെ അതിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കണം, കറക്റ്റ് ടൈമില് കറക്റ്റ് പോയിന്റില്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്താണ് പേപ്പർ ബണ്ടിൽസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം സംസുദിന്റെ ആള് ട്രെയിനിൽ നിന്ന് ഈ ബണ്ടിൽ പുറത്തേക്ക് വലിച്ചെറിയാണ് ചെയ്യുക. കറക്റ്റ് സ്ഥലത്ത് നിന്നാലാണ് അത് എവിടേക്കാണ് വീഴുന്നത് എന്ന് നോക്കാനും അത് കളക്ട് ചെയ്യാനും ഇദ്ദേഹത്തിന് പറ്റുമായിരുന്നു. ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ബ്രഷ് വിത്ത് ടേക്കിംഗ് അപ്പ് എ റെസ്പോൺസിബിലിറ്റി ആൻഡ് സീയിങ് ടു ഇറ്റ് ദാറ്റ് ഐ കെപ്റ്റ് മൈ വേർഡ് ടു മൈ കസിൻ സംസുദ്ദീൻ നോ മാറ്റർ വാട്ട്. അപ്പം അദ്ദേഹം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുകയും ചെയ്തു. എന്താണ് അത് നടപ്പിലാക്കാൻ വേണ്ടി പറ്റുകയും ചെയ്തു. അല്ലാണ്ട് ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഏറ്റെടുക്കുകയും എന്നിട്ട് അത് ചെയ്യാൻ പറ്റാണ്ടിരിക്കുകയും ഉള്ള ഒരു സാഹചര്യമല്ല ഉണ്ടായിരുന്നത്. ആ വാക്ക് പാലിക്കാനായിട്ട് പറ്റുകയും ചെയ്തു. കസിനായിട്ടുള്ള സംസുദ്ദീനോട് പറഞ്ഞ ഒരു വാക്ക് ഞാനിത് ചെയ്തോളാം എന്നുള്ളത്. അപ്പം അത് അങ്ങനെ ഒരു കാര്യം ഏറ്റെടുക്കുകയും അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് ഓൾസോ ദ മോസ്റ്റ് എൻജോയബിൾ ടൈം ആൻഡ് ഐ ലവ്ഡ് എവറി മൊമെന്റ് ഓഫ് ഇറ്റ്, ഓഫൻ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ദ ഇന്റൻസ് ടയേർഡ്നെസ് എവറി നൈറ്റ്. അപ്പം ഇവിടെ എന്താണ് പറയുന്നത്,
ഇത് അദ്ദേഹത്തിന്റെ ലൈഫിലെ ഏറ്റവും എൻജോയബിൾ ആയിട്ടുള്ള, അദ്ദേഹം ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ള സമയമാണ്. ആൻഡ് ഐ ലവ്ഡ് എവറി മൊമെന്റ് ഓഫ് ഇറ്റ്. ഞാൻ അതിലെ ഓരോ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിമിഷവും എന്താണ് വളരെ ഇഷ്ടത്തോടു കൂടിയാണ് സ്പെൻഡ് ചെയ്തത് എന്നാണ് പറയുന്നത്. ഓഫൻ നോട്ട് വിത്ത്സ്റ്റാൻഡിങ് ദ ഇന്റൻസ് ടയേർഡ്നെസ് എവറി നൈറ്റ്. അതായത് എല്ലാ ദിവസവും അദ്ദേഹത്തിന് രാത്രി ഉണ്ടായിരുന്ന ഇന്റൻസ് എന്ന് പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള ടയേർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, ക്ഷീണം, അതൊന്നും അദ്ദേഹത്തിന്റെ ജോലിയിൽ തടസ്സമായില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓഫൻ നോട്ട് വിത്ത്സ്റ്റാൻഡിങ് ദി ഇന്റൻസ് ടയേർഡ്നെസ് എവറി നൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ ഈ ജോലിയിൽ അതൊന്നും തടസ്സമായില്ല. അദ്ദേഹം എൻജോയ് ചെയ്ത് തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. My mother often fretted at my taking up this additional work and the toll it was taking on me. അപ്പം അദ്ദേഹത്തിന്റെ അമ്മ ഓഫൻ ഫ്രെറ്റഡ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ഇങ്ങനെ ആകുലപ്പെട്ടിരിക്കുകയാണ് ചെയ്തിരുന്നത്. അദ്ദേഹം ഇങ്ങനെ ഒരു അഡീഷണൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഒരു വർക്ക് എടുക്കുന്നതിലും, അതുപോലെ തന്നെ ദ ടോൾ ഇറ്റ് വാസ് ടേക്കിംഗ് ഓൺ മീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിനെ ബാധിക്കുന്ന ഒരു രീതിയെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് അമ്മ എന്താണ് എപ്പോഴും ഇങ്ങനെ ആകുലപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ടേക്ക് എ ടോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമേജ് എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അപ്പം അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ അത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അത് എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അമ്മ എപ്പോഴും ആകുലപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ബട്ട് ഐ ഷുക്ക് മൈ ഹെഡ് ആൻഡ് സ്മൈൽഡ് അറ്റ് ഹെർ. പക്ഷെ അദ്ദേഹം എന്താ ചെയ്യുക, തലയാട്ടിയിട്ട് തല ഒന്ന് കുലുക്കും. ഷുക്ക് മൈ ഹെയർ എന്ന് പറഞ്ഞാൽ തല ഒന്ന് കുലുക്കിയിട്ട് അമ്മേനെ നോക്കിയിട്ട് ചിരിക്കും. നോയിങ് ദാറ്റ് മൈ ഏർണിങ്സ് വേർ സം ഹൗ ഹെൽപ്പിംഗ് അസ് ഓൾ. എന്താണ് അദ്ദേഹത്തിന്റെ ഏർണിങ്സ് എല്ലാരെയും സഹായിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അമ്മേനെ നോക്കിയിട്ട് ചിരിച്ചിരുന്നത്. ആൻഡ് ഷീ വാസ് സീക്രറ്റ്ലി പ്രൗഡ് ഓഫ് മീ ഫോർ ഹാവിംഗ് ടേക്കൺ ഓൺ ദ റോൾ ഓഫ് എ വർക്കിംഗ് മാൻ അറ്റ് ദ ഏജ് ഓഫ് 8. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അറിയായിരുന്നു അമ്മ സീക്രറ്റ്ലി പ്രൗഡാണ്. അതായത് അമ്മ ഉള്ളിന്റെ ഉള്ളിൽ അഭിമാനിക്കുന്നുണ്ട്. എന്താണ്, അദ്ദേഹം ഇത്രയും ചെറിയ ഏജിൽ തന്നെ എന്താ ആ ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി എന്നുള്ള കാര്യത്തിൽ. കാരണം അദ്ദേഹത്തിന് ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് 8 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. കെപ് മീ ഗോയിങ് വിത്ത് എ സ്മൈൽ ഓൺ മൈ ഫേസ്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അദ്ദേഹം എന്താണ് ഒരു സ്മൈൽ വെച്ചിട്ട്, അതായത് പുഞ്ചിരിച്ചുകൊണ്ടാണ് എപ്പോഴും ഈ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. വർക്കിംഗ് മാൻ അറ്റ് ദ ഏജ് ഓഫ് 8. 8 വയസ്സ് പ്രായത്തിൽ ഒരു വർക്കിംഗ് മാൻ ആയ ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അദ്ദേഹം എന്താണ് ഹാപ്പിയാണ്. അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഏർണിങ്സ് കൊണ്ടാണ് ഫാമിലി മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അമ്മയൊക്കെ പ്രൗഡ് ആണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നും പുഞ്ചിരിച്ചുകൊണ്ട് ആ വർക്കിംഗ് മാന്റെ ലൈഫിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. 8 വയസ്സിൽ വർക്കിംഗ് മാൻ ആയ ഒരു കുട്ടി എന്നുള്ള രീതിയിൽ. ഓക്കെ, പിന്നെ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം 1931 ജനിച്ചു. 2015 അന്തരിച്ചത്. രാമേശ്വരം, തമിഴ്നാടാണ് ജനിച്ചത്. അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. പിന്നെ അദ്ദേഹമാണ് ഇന്ത്യസ് മിസൈൽ ആൻഡ് സ്പേസ് പ്രോഗ്രാം ലീഡ് ചെയ്തിരുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു 2002 മുതൽ 2007 വരെ. അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു എന്തെന്ന് പറയുന്നത്, ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ടീനേജേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, യങ് ആയിട്ടുള്ള ആളുകൾക്ക് പുതിയ പുതിയ ഐഡിയാസ് ഷെയർ ചെയ്യാന്നുള്ളത്. ആ കുട്ടികളൊക്കെ ആയിട്ട് സംസാരിക്കാനൊക്കെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. അപ്പം അദ്ദേഹം ഒരുപാട് രചനകൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഫേമസ് ആയിട്ടുള്ളതാണ് ഇന്ത്യ 2020 1998 പബ്ലിഷ് ചെയ്തത്. വിങ്സ് ഓഫ് ഫയർ 1999 ആണ് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. ഇഗ്നൈറ്റഡ് മൈൻഡ്സ് 2002, യു ആർ ബോൺ ടു ബ്ലോസം 2008 ആൻഡ് ടാർഗറ്റ് 3 ബില്യൺ 2011 പബ്ലിഷ് ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തിന് ഭാരത് രത്ന ഉൾപ്പെടെ ഒരുപാട് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്ന കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സജഷൻസ് തന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.